വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിലായിരുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി കൈകോർത്ത് മാതൃകയായവരാണ് നമ്മൾ മലയാളികൾ. റഹീമിനെ പോലെ മറ്റൊരു മലയാളി യുവതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിലുണ്ട്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയ്ക്ക് കോടതി തൂക്കുകയർ വിധിച്ചത്. മകളുടെ മോചനത്തിനു വേണ്ടി നിമിഷയുടെ അമ്മ പ്രേമകുമാരി യമനിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ കൗൺസിൽ അംഗം സാമുവൽ ജെറോമുണ്ട്. ആ യാത്രയിൽ രാവിലെ 7-ന് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ഇരുവരും യാത്ര പുറപ്പെട്ടത്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെയാണ് പോകുന്നത്. എന്റെ മോളെയും കൊണ്ട് വരുവുള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പൊ പിടിയിന്ന് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. ഇഷ്ടപ്പെടുന്ന എല്ലാവരും രാവ് പോലെ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരാ. ഈ പറയുന്ന എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നതാണ്. നിമിഷയുടെ ജീവന് വേണ്ടി പോരാടി എല്ലാവർക്കും വേണ്ടി ജീവിതം പോരാന്നാണ് പറയാനായിട്ട്. I mean, actually, as I stated yesterday, I cannot reveal all the things at this point of time. I have made a lot of groundwork, and everybody knows that we are coming. So that is what I can say at this point of time. First, we will land in Aden, and then we will go to Sana. Then I put a plan, a groundwork where we will meet the people who are going to support us. Then we will continue. We will progress the. I mean, I would not say negotiations, but the process of asking the forgiveness. That is what we will be doing. So everything is in place, right? നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. നവമി, കഴിഞ്ഞ കുറേ വർഷങ്ങളായി മകളുടെ മോചനത്തിനു വേണ്ടി ഉള്ള നിയമ പോരാട്ടത്തിലാണ് ഈ അമ്മ പ്രേമകുമാരി. നിമിഷപ്രിയയെ നമുക്കറിയാം, യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് അവർ ജയിലിലാകുന്നത്. പിന്നീട് തൂക്കുകയർ വിധിക്കുന്നു. ഈ യമൻ പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള ബ്ലഡ് മണി അത് നൽകണം. അതോടൊപ്പം മറ്റ് ചർച്ചകൾ വേണം. എങ്ങനെയായിരിക്കും, അതായത് ഈ പ്രേമകുമാരി യമനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്, ഏത് രീതിയിൽ ഉള്ള ചർച്ചകൾ, ആരൊക്കെയായിട്ട് ചർച്ചകൾ നടത്തണം, എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു നയതന്ത്ര ഇടപെടലൊക്കെ പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നിമിഷയുടെ മോചനം സാധ്യമാകണമെങ്കിൽ ഏത് രീതിയിലുള്ള ഇടപെടലാണ് വേണ്ടത് നവമി? ടോം, 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രേമകുമാരി അമ്മ നിമിഷപ്രിയനെ കാണുന്നതിനു വേണ്ടി ഇന്ന് രാവിലെ 7 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും യമനിലേക്ക് പുറപ്പെട്ടത്. ആദ്യം ബോംബെയിലായിരിക്കും ഇറങ്ങുക. അതിൽ നിന്ന് റോഡ് മാർഗമായിരിക്കും യമനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്ത്യൻ പൗരന്മാർക്ക് യമനിലേക്കുള്ള പ്രവേശന അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ഇല്ല, വിമാനമില്ല. അതുകൊണ്ട് തന്നെ അവിടെ എത്തുക കാർ വഴിയായിരിക്കും. അതുകൊണ്ട് തന്നെ തിങ്കളോ ചൊവ്വയോ എടുക്കും, 2 ദിവസം എടുക്കും യമനിലേക്ക് എത്താൻ വേണ്ടി. അത് പിന്നീട് വലിയ ഒരു കടമ്പയാണ്. ഇത് തന്നെ ഏറ്റവും വലിയ കടമ്പയാണ്. കാരണം ഡൽഹി ഹൈക്കോടതിയുടെയൊക്കെ അനുമതിക്ക് പിന്നാലെയാണ് ഈ യമനിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി പ്രേമകുമാരിക്ക് ലഭിച്ചത്. ഇനി അവിടെ എത്തിയാൽ ആദ്യം ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയനെ കാണുന്നു. അതിനുശേഷം കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തോട് മാപ്പ് പറയണം. അവർ അത് അംഗീകരിക്കുകയും ഒപ്പം തന്നെ ബ്ലഡ് മണി അവർ വാങ്ങുകയും ചെയ്താൽ മാത്രമേ പിന്നീട് നിമിഷപ്രിയയുടെ ഈ വിടുന്നതിന് വേണ്ടി, മോചനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കോടതി കടക്കുകയുള്ളൂ. അത് പക്ഷേ വലിയൊരു കടമ്പയാണ്. കാരണം നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ആ യമൻ കുടുംബത്തോടൊപ്പം താമസിക്കണം. അവരൊരു യമൻ ഒരു ട്രൈബൽ ഏരിയയിലാണ് ഈ മരിച്ച യമൻ പൗരന്റെ കുടുംബമുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം തങ്ങി അവര് മാപ്പ് നൽകി ഈ ബ്ലഡ് മണി സ്വീകരിച്ചാൽ മാത്രമേ, അതും അവർ പറയുന്ന തുക നൽകണം. അത് കൂടി കൈപ്പറ്റിയതിന് ശേഷം മാത്രമേ നിമിഷപ്രിയയുടെ മോചനത്തിലേക്കുള്ള അടുത്ത കടമ്പ എന്നതോളം അടുത്തൊരു സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയയുടെ അമ്മയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതും. അവിടെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ കൗൺസിലിന്റെ ആൾക്കാർ, അതിന്റെ സന്നദ്ധ സംഘടനയുടെ ആൾക്കാരാണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അതിന്റെ അംഗവും യമനിലെ തന്നെ ഒരു ബിസിനസ്സുകാരനായ സാമുവൽ ജെറോമിനോടൊപ്പമാണ് പ്രേമകുമാരി അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നത്. അവര് ഇന്നലെ നമ്മൾ സാമുവൽ ജെറോമിനെ കണ്ടപ്പോൾ സാമുവൽ ജെറോം പറഞ്ഞത് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി യമൻ സ്വദേശിയുടെ കുടുംബത്തോട് ഇതിനോടകം തന്നെ സംസാരിച്ചിട്ടുണ്ട്.
അവരോട് ഈ പ്രേമകുമാരി അമ്മ വരുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായും പ്രേമകുമാരി തിരിച്ചു വരുമ്പോൾ ഒപ്പം നിമിഷപ്രിയ ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണ് ജെറോമും ഇന്നലെ നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ ബ്ലഡ് മണി സംബന്ധിച്ച് എത്ര രൂപയാണെന്ന് കൃത്യമായി ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കുകയില്ല. ഈ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ മാത്രമേ അതിനടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. അപ്പോഴേ ഇത് വെളിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ബ്ലഡ് മണി അത് വലിയൊരു തുക. നമുക്കറിയാം, ഈ അബ്ദുൾ റഹീമിന് വേണ്ടി 34 കോടി രൂപ ദിവസങ്ങൾക്കുള്ളിൽ ശേഖരിച്ചവരാണ്, സമാഹരിച്ചവരാണ് നമ്മൾ മലയാളികൾ. അതിനുവേണ്ടി ഓരോ മലയാളികളും അതിന്റെ പങ്കാളികളായതാണ്. ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി എത്ര രൂപയാണ് ബ്ലഡ് മണി ആവശ്യപ്പെട്ടതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷെ അതിനുള്ള ഈ ബ്ലഡ് മണി സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ അറിയാം, വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് സാമ്പത്തികമായി. ഇത് പല രീതിയിൽ ഇതിന് മുൻപ് തന്നെ, വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ബ്ലഡ് മണി സമാഹരിക്കുന്ന ചില നീക്കങ്ങളൊക്കെ, ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പൂർണ്ണമായും പണം സമാഹരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ടോം, സേവ് നിമിഷപ്രിയ എന്ന ഒരു സംഘടന, അതായത് അത് ഇന്റർനാഷണൽ സംഘടനയാണ്. അവിടെ കേരളത്തിനുള്ളിൽ മാത്രമല്ല അന്താരാഷ്ട്ര ലെവലിലുള്ള ആളുകളെല്ലാം ആ സംഘടനയിലുണ്ട്. അവരിൽ നിന്നെല്ലാം ഈ ബ്ലഡ് മണി കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കുടുംബത്തിന് നൽകാൻ വേണ്ടിയിട്ടുള്ള തുക ഇപ്പോൾ തന്നെ അവരുടെ കയ്യിലുണ്ടെന്നാണ് സാമുവൽ ജെറോം പറഞ്ഞത്. പക്ഷെ അത് എത്ര രൂപയാണെന്ന് ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. കാരണം അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ, അതിലൊരു പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ. അതിനി ആ കുടുംബം ആ തുക സ്വീകരിച്ചാൽ മാത്രമേ, പിന്നീട് മാത്രമേ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവർക്ക് പുറത്തു പറയാൻ കഴിയുകയുള്ളൂ. അത് അത്രയും വലിയ രഹസ്യമായതിനാൽ ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷപ്രിയയുടെ, അതായത് ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് നൽകേണ്ട തുക ഇപ്പോൾ തന്നെ ഇവരുടെ കയ്യിലുണ്ട്. അത് അവിടെ ചെന്ന് അവർക്ക് നൽകുക. അതിനു മുൻപ് അവർ മാപ്പ് നൽകണം. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിയാൽ മാത്രമേ പിന്നീടുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ സംഭവം നടന്നതിന് ശേഷം തന്നെ ഈ നിമിഷപ്രിയയുടെ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക ഇതിനോടകം തന്നെ ഈ സന്നദ്ധ സംഘടന കളക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പക്കൽ ഈ യമൻ പൗരന്റെ കുടുംബത്തിന് കൊടുക്കേണ്ട തുകയെല്ലാം ഇപ്പോൾ തന്നെ ഉണ്ട്. അതുമായിട്ടാണ് ഇനിയിപ്പോൾ അമ്മ ആ വീട്ടിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക് ചെല്ലേണ്ടത്. അവർ മാപ്പ് നൽകണം. ഒപ്പം ഇന്നലെ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി പറഞ്ഞത്, താൻ അവിടെ എത്തിയ ശേഷം കുടുംബത്തോടും അതോടൊപ്പം യമൻകാരോടും മാപ്പ് പറയണം. കാരണം തന്റെ മകൾ ചെയ്തത് ഒരു കൊലപാതകമാണ് ചെയ്തത്. അതിന് തനിക്ക് ഏറെ വേദനയുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് മാപ്പ് പറയണം. ഒപ്പം നിമിഷപ്രിയ കഴിയുന്ന ജയിലിൽ അവൾക്ക് ഇപ്പോഴും സുരക്ഷിതയാണ്. ആ യമൻ ഭരണകൂടത്തോടും തനിക്ക് നന്ദി അറിയിക്കണം, അവരോടും മാപ്പ് പറയണം എന്നുകൂടി അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിമിഷപ്രിയയുടെ അമ്മ ഇന്ന് രാവിലെ 7 മണിക്കുള്ള ഇൻഡിഗോ വിമാനത്തിലാണ് യമനിലേക്ക് പുറപ്പെട്ടത്. 2 ദിവസം എടുക്കും അവിടെ എത്താൻ. കാരണം കാർ വഴിയായിരിക്കും അവർക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇന്ത്യൻ ഫ്ലൈറ്റുകൾക്കൊന്നും അവിടെ അനുമതിയില്ല, ഇറങ്ങാനുള്ള അനുമതി ഇല്ലാത്തതുകൊണ്ട് കാർ വഴിയായിരിക്കും അവർ പോവുക. അവിടെ ചെന്നതിന് ശേഷം ആദ്യപടിയായി നിമിഷപ്രിയയെ കാണുന്നു. പിന്നീടായിരിക്കും ഈ യമൻ കൊല്ലപ്പെട്ട നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്താൻ. അതിനുശേഷം ഈ യമൻ പൗരന്റെ കുടുംബത്തെ കാണുക, അതോടൊപ്പം മറ്റ് നിയമപരമായിട്ടുള്ള നടപടികൾ ആവശ്യമുണ്ട്. ആദ്യമായി വർഷങ്ങൾക്ക് ശേഷം, അതായത് നിരവധി 10 വർഷത്തോളമായി ഈ മകളെ ഈ അമ്മ കണ്ടിട്ട്, ബന്ധുക്കൾ കണ്ടിട്ട്, ഇടയ്ക്ക് എഴുത്ത് മുഖാന്തരം ബന്ധപ്പെട്ടിരുന്നു, ടെലിഫോൺ വഴി ബന്ധപ്പെട്ടുന്നു ആയിട്ടുള്ള ചില വിവരങ്ങൾ ലഭ്യമായിരുന്നു. ഈ നിമിഷപ്രിയയെ കാണാൻ ഈ അമ്മ പ്രേമകുമാരിക്ക് സാധിക്കുമോ? അതോ ഈ കുടുംബം മാപ്പ് നൽകിയ ശേഷം മാത്രമായിരിക്കുമോ നിമിഷയെ കാണാൻ കഴിയുക? നവമി, ടോം, 12 വർഷത്തെ ആ അമ്മയുടെ കാത്തിരിപ്പാണ് സ്വന്തം മകളെ കാണുന്നതിനു വേണ്ടി. നിമിഷപ്രിയ ഭർത്താവിനോടൊപ്പമാണ് അവിടേക്ക്, യമനിലേക്ക് പോകുന്നത്. പിന്നീടാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്യുകയും അവിടെ ജയിലിലാകുകയും ചെയ്തത്. ആ സമയത്ത് നിമിഷപ്രിയയ്ക്ക് ഒരു മകളുണ്ടായിരുന്നു. അവളിപ്പോൾ 6ാം ക്ലാസ്സിലാണ്. ഇന്നലെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നിമിഷപ്രിയയുടെ മകളും ഉണ്ടായിരുന്നു. ആ മകൾ മുത്തശ്ശിയോട് പറഞ്ഞത് തിരിച്ചു വരുമ്പോൾ അമ്മയും കൂടി കൊണ്ടുവരണം. കാരണം ആ കുട്ടി സ്വന്തം മാതാവിനെ കണ്ടിട്ടില്ല. അതിനു മുൻപ് തന്നെ അവിടെ യുദ്ധം വരികയും പിന്നീട് വലിയ പ്രശ്നങ്ങളാകുകയും ചെയ്തപ്പോഴാണ് സ്വന്തം അച്ഛനോടൊപ്പം ആ കുട്ടിക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നത്. ഇപ്പോഴും ആ കുട്ടി അച്ഛനോടൊപ്പമാണ്. പ്രേമകുമാരി ഒരു വീട്ടിൽ മറ്റു
വീട്ടിൽ ജോലി ചെയ്താണ് താമസിക്കുന്നത്. അവര് തന്നെയാണ് വർഷങ്ങളായി പ്രേമകുമാരിയെ നോക്കുന്നത്. അങ്ങനെ അവർക്ക് എന്തായാലും ഇനിയിപ്പോൾ യമനിലേക്ക് പോയിരിക്കുകയാണ്. ആദ്യപടിയെന്നോണം നിമിഷപ്രിയയെ കാണും, അതിനുശേഷം നിമിഷപ്രിയയുമായി സംസാരിക്കും. ഇതിനിടയ്ക്ക് തന്നെ ഡൽഹി ഹൈക്കോടതി നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് സന്ദർശനത്തിന് വേണ്ടിയിട്ടുള്ള അനുമതി ഉത്തരവൊക്കെ നൽകുന്ന സമയത്ത് ഇത് അറിയിക്കുന്നതിന് വേണ്ടി നിമിഷപ്രിയയെ ഒരു സമയത്ത് ഒരു ദിവസം വിളിച്ചിരുന്നു. അന്ന് വളരെ വിഷമത്തോടുകൂടി സങ്കടത്തോടു കൂടിയാണ് നിമിഷപ്രിയ കരഞ്ഞുകൊണ്ടാണ് തന്നോട് സംസാരിച്ചതെന്ന് അമ്മ ന്യൂസ് 18നോട് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നിമിഷപ്രിയയുടെ അമ്മ യമനിലെത്തി മകൾ കിടക്കുന്ന ജയിലിൽ മകളെ സന്ദർശിച്ച് മകളോട് സംസാരിച്ചതിന് ശേഷമായിരിക്കും നിമിഷപ്രിയയെ കൂടി അറിയിച്ചിട്ടുകൊണ്ടായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അതിന്റെ ഭാഗമായാണ് ഈ യമൻ പൗരന്റെ കുടുംബത്തോട് സംസാരിക്കുകയും അവർ മാപ്പ് നൽകി പിന്നീട് അവർ ഈ നൽകുന്ന ബ്ലഡ് മണി സ്വീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും പിന്നീട് കോടതിയുമായി ബന്ധപ്പെടുകയും നിമിഷപ്രിയയുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയും പിന്നീടായിരിക്കും കോടതി ഈ ശിക്ഷയിൽ ഒരു ഇളവ് നൽകുക. ഇളവല്ലെങ്കിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കുക, വെറുതെ വിടുക. അതായത് ഈ കുടുംബത്തിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം യമൻ പൗരന്റെ കുടുംബം കോടതിയിൽ തങ്ങളുടെ നിലപാട് അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിമിഷപ്രിയയ്ക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. 2017 യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് നിമിഷപ്രിയയെ വിധിച്ചത്. വളരെ ചർച്ചയായി, കേരളത്തിലടക്കം വളരെ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സംഭവം കൂടിയായിരുന്നു. വലിയ വിഷമത്തിലായിരുന്നു. കാരണം അന്നു മുതലേ പ്രേമകുമാരി മാധ്യമങ്ങളോട് സംസാരിക്കുകയും അവരുടെ വിഷമങ്ങളൊക്കെ നമ്മൾ പുറം ലോകത്തെ അറിയിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ആ വിഷമങ്ങൾക്കും വേദനകൾക്കും ഒടുവിലാണ് നിമിഷപ്രിയയുടെ അമ്മ യമനിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഈ സേവ് നിമിഷപ്രിയ ഫോറത്തിന്റെ അംഗവും യമനിലെ ബിസിനസ്സുകാരനായ സാമുൽ ജെറോം ഇന്നലെ പറഞ്ഞത് തിരിച്ചു വരുമ്പോൾ നിമിഷപ്രിയ ഒപ്പമുണ്ടാകും. കാരണം അതിനുവേണ്ടി ഇപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. യമൻ പൗരന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു 90% അനുകൂലമായ നിലപാട് തന്നെയാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ അമ്മ അവിടെ എത്തിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും. പിന്നീട് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് മലയാളം മാത്രമേ അറിയൂ, മറ്റ് ഭാഷകളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ യമൻ ഈ ജെറോമിന്റെ സാന്നിധ്യത്തിലായിരിക്കും നിമിഷപ്രിയയുടെ അമ്മ അവരുമായി സംസാരിക്കുകയും പിന്നീടുള്ള നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു അനുകൂലമായ നിലപാടായിരിക്കും ആ കുടുംബം തീർച്ചയായും. നവമി സൂചിപ്പിച്ചതുപോലെ കേസിന്റെ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് നവമി. കാരണം നവമി പറഞ്ഞു 2017 ഈ സംഭവം ഉണ്ടായെന്ന്. 2017 പുതിയതായി ഈ യമൻ പൗരനും നിമിഷപ്രിയ ഒന്നിച്ചൊരു ക്ലിനിക്ക് ആരംഭിക്കുന്നു. ഈ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട അതിന്റെ ലാഭവിഹിതം, അതിന്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട തർക്കം വലിയ രീതിയിൽ നിമിഷപ്രിയയോട് സാമ്പത്തികമായി ചതിച്ചുവെന്ന് പറയപ്പെടുന്നു. പിന്നീട് ലൈംഗികമായ ചൂഷണം, നാട്ടിൽ വിടാതെ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നു, തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം സഹിച്ച മടുത്താണ് നിമിഷപ്രിയ യമൻ പൗരനെ കൊലപ്പെടുത്തുന്നത്. പിന്നീട് അതായത് 2017 സംഭവം നടക്കുന്നു. 2018 നിമിഷപ്രിയയ്ക്ക് കോടതി തൂക്കുകയർ വിധിക്കുന്നു. പിന്നീട് അപ്പീൽ പോയെങ്കിലും 2020 കീഴ്ക്കോടതിയുടെ വിധി യമൻ സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. ഈ ഒരു കേസ് അതിനുശേഷം നിമിഷപ്രിയയുടെ അമ്മ, സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ തുടങ്ങിയവർ ചേർന്ന് വലിയ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ പോലും ഉണ്ടായി. നവമി അറിയേണ്ടത് ഈ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അവരുടെ വലിയ ഇടപെടലുകൾ, അവർ പണം സമാഹരിച്ച രീതി, ഇതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ സഹായം ഒക്കെ ലഭിച്ചിട്ടുണ്ടോ ഈ നിമിഷപ്രിയയുടെ മോചനം ഇവിടം വരെ എത്തിയെങ്കിൽ? കാരണം 2020 സുപ്രീം കോടതി, യമനിലെ സുപ്രീം കോടതി, പരമോന്നത കോടതി നിമിഷപ്രിയയുടെ തൂക്കുകയർ, ഈ വധശിക്ഷ ശരിവെക്കുന്നത്. പിന്നീട് 4 വർഷത്തോളം ആ വിധി നടപ്പാക്കിയിട്ടില്ല. അത് ആശ്വാസകരമാണ്. നമ്മുടെ സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആ ഒരു സംഘടനയുടെ പങ്ക് ഇതിൽ ഏറെ വലുതാണ്. കാരണം നിമിഷപ്രിയയുടെ ആ കോടതിയിലേക്കുള്ള, അതായത് നിമിഷപ്രിയ ജയിലിലായത് മുതൽ അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്നത് മുതൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരം ഇവരെ ബന്ധപ്പെടുകയും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും ചെയ്ത ഒരു സംഘടന കൂടിയാണ്. കാരണം
ഈ സാമുവൽ ജെറോം ഉൾപ്പെടെയുള്ളവർ അത് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തു. അവർ ഇന്റർനാഷണൽ, അതായത് അന്താരാഷ്ട്ര തലത്തിൽ അവർ ഒരു സംഘടന രൂപീകരിക്കുന്നു. അതിലുള്ളവർ പൈസയായി നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് പൈസയായി നൽകുന്നു. ഒപ്പം അഡ്വക്കേറ്റ്, വക്കീലിനെ, അഭിഭാഷകരെ ഏർപ്പെടുത്തുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സഹായമാണ് അവർ ഇതിനോടകം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പിന്നീട് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവ് മേടിക്കുന്നു. പിന്നീട് ഇന്ന് രാവിലെ നിമിഷപ്രിയയുടെ അമ്മയെ യമനിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വരെ വലിയ രീതിയിൽ വലിയ ഒരു പിന്തുണയാണ് ആ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നത്. അതിനിടയിൽ തന്നെ ഇന്നലെ നിമിഷപ്രിയയുടെ അഡ്വക്കേറ്റ്, അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അതൃപ്തി കൂടി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇതിൽ കൃത്യമായി നടത്തിയിട്ടില്ല. കേന്ദ്രമന്ത്രി വി മുരളീധരനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ യമൻ സർക്കാരിനുമായി ബന്ധപ്പെടുവാനോ അല്ലെങ്കിൽ ആ രീതിയിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള സഹായം എന്നോണം കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പലപ്പോഴും വിരുദ്ധമായിരുന്നു. നിമിഷപ്രിയയ്ക്ക് എതിരായിട്ടുള്ള നിലപാട് പലപ്പോഴും കേന്ദ്ര സർക്കാർ കോടതികളിൽ എടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. അത് വളരെയേറെ വേദനിപ്പിച്ചു എന്ന് ഇന്നലെ വൈകുന്നേരം നിമിഷപ്രിയയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ ഭർത്താവും ഇത് സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും പലപ്പോഴും പ്രതികൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. മന്ത്രിമാരുമായി സംസാരിക്കുമ്പോൾ അവർ അനുകൂലമായി പറയുന്നുണ്ട് എങ്കിലും പോലും കോടതിയിലേക്ക് അത് വരുമ്പോൾ വിപരീതമായിട്ടുള്ള നിലപാട് പലപ്പോഴും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. യമൻ സർക്കാരുമായി ബന്ധപ്പെടുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഈ സംഘടന നടത്തുന്ന അത്ര പോലും എന്താ പറയാ എഫേർട്ട് ഈ കേന്ദ്ര സർക്കാർ ഇടുന്നില്ല എന്നുകൂടി അഭിഭാഷകനും ഒപ്പം ഭർത്താവും പറഞ്ഞു വെക്കുന്നു. എങ്കിൽ പോലും ഈ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് എത്തുന്നതിന് വേണ്ടി ഡൽഹി ഹൈക്കോടതി എടുത്ത തീരുമാനം അതാണ് ഏറ്റവും നിർണായകം. ഇനി നിമിഷപ്രിയയുടെ അമ്മ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനിയുള്ള പ്രൊസീജിയറാണ് ഏറ്റവും ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള കടമ്പ. അത് ഏറ്റവും വലിയ കടമ്പയാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയാണ് അമ്മ പ്രേമകുമാരി യമനിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ പ്രേമകുമാരി യമനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ആ കുടുംബത്തോട്, കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തോട് മാപ്പപേക്ഷിക്കും. ബ്ലഡ് മണി അവർ സ്വീകരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ സ്വാഭാവികമായും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്.